നഥാനിയേൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, യാതൊരു കാപട്യവുമില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രശ്നം വെച്ചാൽ യേശുവിനെ 1650 അല്ലെങ്കിൽ 550 വർഷം മുമ്പാണ് ഹിസ്റ്റോറിക്കലായിട്ട് ഈ യാക്കോബ് എന്ന് പറയുന്ന കക്ഷി ജീവിച്ചിരുന്നത്. അപ്പോൾ ഈ നാഥാനിയേലെ കാണാൻ പറയുന്നത് യാക്കോബിനെ കുറിച്ച് നമ്മളിപ്പോൾ നമ്മുടെ പിതാവായ അബ്രഹാത്തിൻ്റെ മകൻ, ഇസ്ഹാക്കിൻ്റെ മകൻ, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത്, യാക്കോബിൻ്റെ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും യേശു ഈ മനുഷ്യനെക്കുറിച്ച് കോംപ്രമൈസ് ഇല്ലാതെ സംസാരിക്കണം. ഇയാൾ കാപട്യക്കാരനാണെന്നാണ്. അത് സുവിശേഷകന്മാർ ആ വന്ന വെളിപാട് അതുപോലെ എഡിറ്റ് ചെയ്യാതെ നേരെ അടിച്ച് കയറുകയും ചെയ്തു. ഇവർ ആദ്യം ഇത് വെളിപാട് വരുന്നത് എഴുത്തുകാർക്ക്, സുവിശേഷകന്മാർക്കല്ലേ വന്നത്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അവർ അതുപോലെ തന്നെ, ഇത് യാക്കോബിന് ദൈവമാണ്, യാക്കോബ് ദൈവം തന്നെ അറിയപ്പെട്ട യാക്കോബിന് ദൈവം എന്നുള്ളതാണ്. അപ്പോൾ കാപട്യക്കാരൻ്റെ ദൈവമായിട്ട് അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമോ? അപ്പം അതുകൊണ്ട് ഇത് വേണേൽ എഡിറ്റ് ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ അവരാരും എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞ് യാക്കോബ് കാപട്യക്കാരൻ ആണെങ്കിൽ കാപട്യക്കാരൻ തന്നെയാണ്, അതിൻ്റെ അകത്ത് മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ബ്രാൻഡഡ് ആകാതിരിക്കാൻ വേണ്ടി നോക്കണേ മക്കളെ. കാപട്യം ഒരു പ്രോബ്ലമാണ്. ഇപ്പം സാഹിബിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം എന്ന് പറഞ്ഞില്ലേ. പ്രാർത്ഥനയുടെ ഉത്തരങ്ങളിൽ ഏറ്റവും വലിയ പ്രോബ്ലമുള്ള കാപട്യമാണ്. 1650 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യനാണ് യാക്കോബ്, യേശുക്രിസ്തുവിനേക്കാളും. പക്ഷേ ഇത്രയും നാൾ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നേ. പക്ഷെ കാപട്യമില്ലാത്ത ഒരാളെ കണ്ടപ്പോൾ മറ്റൊരു പണി കിട്ടി. നാഥാനിയേലിനെ കണ്ടപ്പോഴേ, കാപട്യമില്ലാത്തവരെ കണ്ടപ്പോഴ് യഥാർത്ഥ കാപട്യക്കാരൻ കർത്താവ് വിളിച്ചത് കൊണ്ടുവരുന്നു. ഇവനിൽ എന്ന് പറയുന്നുണ്ട്, ഇവരിൽ ഈ നാഥാനിയേലിൽ യാതൊരു കാപട്യവും ഇല്ല. അപ്പം തന്നെ ബുദ്ധിയും ബോധമുള്ള മനസ്സിലാക്കണം. എന്താണ് കാപട്യമില്ലാതെ ജീവിച്ച കർത്താവ് എപ്പോഴായാലും അക്സെപ്റ്റ് ചെയ്യുമെന്ന്. ഇതൊരു നമ്മൾ വിശ്വസ്തത, ദൈവസ്നേഹം, ആനപൂനൊക്കെ പറയുന്നാലും അവസാനം വന്ന് ഇറങ്ങി നിൽക്കുന്നത് കാപട്യത്തിലാണേ. കപടത ഉൾക്കൊള്ളാൻ പറ്റാതെ, ഹിപ്പോക്രാസി ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇപ്പം നീ അതാണ്, നീ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണ് തണുപ്പ്. ഇപ്പം ചൂട് കൊടുക്കേണ്ട പാട്ട് ചൂട് കൊടുക്കും, തണുപ്പ് കൊടുക്കേണ്ട പാട്ട് തണുപ്പ് കൊടുക്കും. അങ്ങനെയല്ല.